ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജോലിക്കൊന്നും പോകണ്ടല്ലോ ആർക്കും. അപ്പോൾ താമസിച്ചാണ് കേട്ടോ ഉറക്കം എണീറ്റത്. പിന്നെ ഇന്ന് ചെയ്താലും തീരാത്ത അത്രയും ജോലിയാണിന്ന് വീട്ടിലുള്ള. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ രാവിലെ ചായയൊക്കെ കുടിച്ച് താമസിച്ചാണ് ഉറക്കം എണീറ്റത്. പിന്നീട് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു. അവിടുത്തെ അമ്മൂമ്മ മരിച്ചതെന്ന്. പുത്തൂരാണ്, അവിടുത്തെ അമ്മൂമ്മ മരിച്ചുപോയി. അപ്പം വൈകുന്നേരത്താണ് അടക്കം. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം കേട്ട പാതി കേൾക്കാത്ത പാതി കേശുവും ഞാനും ഒക്കെ അപ്പോഴേ റെഡിയായി. പിന്നീട് വീട്ടിൽ ജോലിയൊന്നും ഇല്ലല്ലോ, അങ്ങ് പോയാൽ മതിയല്ലോ. വീട്ടിൽ നിൽക്കുന്ന ദിവസം, ഒരു ഞായറാഴ്ച വീട്ടിൽ നിൽക്കുന്ന ദിവസം രാത്രി 10 മണിയായാലും വീട്ടിലങ്ങനത്തെ ജോലി തീരത്തില്ല, അത്രയ്ക്ക് ജോലിയാണ്. അതേസമയം ഒരു ജോലിക്ക് പോകുന്ന ദിവസം വളരെ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടും കൂടി ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ജോലി തീരും. കേശുക്കുട്ടൻ സ്കൂളിൽ പോവും, ഞാൻ ജോലിക്ക് പോവും. വീട്ടിലെ മിക്ക ജോലികളും ഒതുങ്ങും. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അലക്കം കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഞായറാഴ്ച ഇത്രയും ടൈം എടുക്കുന്നത്. പിന്നെ നമ്മുടെ വീട് വൃത്തിയാക്കലും പരിസരം വൃത്തിയാക്കൽ, പിന്നെ തറ തുടയ്ക്കലും പണിയും കാര്യങ്ങളും എല്ലാം ഈ സൺഡേ ആണ്. ചിലന്തി വല അടിക്കൽ, ഇതെല്ലാം സൺഡേ ആണ് നടത്തുന്നത്. അപ്പം ഞങ്ങൾ ദാണ്ടെ പുത്തൂരേക്ക് വന്നു കഴിഞ്ഞു. അവിടെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ വീട്. അവിടെയാണെങ്കിൽ നിറയെ ചക്കയാണ് കേട്ടോ. ചക്കയും കപ്പയും മാങ്ങയും പശുക്കൾ, നല്ല പൂക്കൾ. ഇവിടെ മുറ്റം മൊത്തം ചെടികളാണ്. അപ്പം ഈ ചെടിക്കകത്ത് നല്ല സൈസ് ചെടികളാണ് അവർ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്ഷേത്രമുണ്ട്, തൊട്ടടുത്തായിട്ടൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കുടുംബം പോലെ നോക്കുന്ന ഒരു അമ്പലം. അവിടെ രാവിലെയും വൈകിട്ടും തിരി കൊളുത്തും. അപ്പോൾ അങ്ങനെയാണ് പുത്തൂരത്തെ വിശേഷം. പിന്നെ ഞങ്ങൾ മരണ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ചക്കയൊക്കെ അടത്തിയിട്ടു. ചക്ക വരുമ്പോഴെല്ലാം ചക്കയും ചീനിയും മാങ്ങയെല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ കേശുക്കുട്ടനും ഞാനും കൂടി ദാണ്ടെ തൊഴുത്തിലേക്ക് വന്നു. അവിടെ അമ്മിണി, കിങ്ങിണി, ലക്ഷ്മി, അങ്ങനെ ഒരുപാട് പശുക്കുട്ടികളും പശുക്കളും ഒക്കെ തൊഴുത്തിലുണ്ട്. ചേട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് പശുവിനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ദാണ്ടെ, ഇതാണ് ഞാൻ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കുഞ്ഞൊരമ്പലം. ഈ അമ്പലത്തിൽ അതായത് വിളക്ക് കത്തിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട് നിന്നെടുത്തായിരുന്നു, തറവാട് കണക്കൊരു വീടായിരുന്നു പണ്ട്. അവിടെ വെച്ചാരാധന ഉണ്ടായിരുന്നു. പിന്നീട് അവർ വലിയ വീട് വെച്ചപ്പോൾ അത് ഇങ്ങോട്ടേക്ക് മാറ്റി ഒരു കുഞ്ഞമ്പലത്തിലോട്ട് ആക്കി, അതിനെ ആവാഹിച്ച് അവിടെ ഇരുത്തി. അപ്പോൾ അവിടെയാണ് വിളക്ക് കത്തിപ്പുള്ളത്. രാവിലെയും വൈകിട്ടും മസ്റ്റായിട്ട് അവർ വിളക്ക് കത്തിക്കും. അങ്ങനെയാണ്. പിന്നീട് ഞങ്ങൾ വൈകുന്നേരത്ത് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നു. തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് റോഡിൽ കൂടാണ്, ആശ്രാമത്തിൽ ലിങ്ക് റോഡിൽ കൂടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഹൗസ് ബോട്ടുകളൊക്കെ നിരനിര കിടക്കുന്നു. വർക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും വർക്കില്ല. അങ്ങനെ എല്ലാം നിരനിര അവിടെ കിടക്കുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഉളിയക്കോലി കയറിയായിരുന്നു. ഉളിയക്കോലിക്കാർക്ക് ചക്കയൊക്കെ കൊടുത്തു. അവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേ. സുനിത ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ചേച്ചിക്കും ചക്ക കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് സന്ധ്യയ്ക്ക് ഒന്ന് കുളിച്ച് സന്ധ്യാദീപം കൊളുത്തി. സന്ധ്യയ്ക്ക് വന്ന് പിന്നെ വീട്ടിലകത്ത് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ജപിച്ചതിന് ശേഷമാണ് പിന്നീട് അടുക്കളയിലോട്ട് കയറിയത്. പിന്നെ പിറ്റേ ദിവസത്തേക്ക്, പിന്നെ തിങ്കളാഴ്ച പറയുന്നതിന് മുമ്പ് തിങ്കളാഴ്ചയായി കഴിഞ്ഞു. അപ്പോഴത്തേക്കിനും പിറ്റേ തിങ്കളാഴ്ചത്തേക്ക് രാത്രി അരി ആട്ടി വെക്കണം.